ഹായ് നമസ്കാരം. NTA UGC നെറ്റ് 2026 ജൂൺ ജൂലൈ സൈക്കിളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചതായി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഏപ്രിൽ 30 തൊട്ട് മെയ് 20 വരെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് വെച്ചിരിക്കുന്നത്. കുറച്ചധികം മാറ്റങ്ങളോടുകൂടി കുറച്ചും കൂടെ അധികം സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇപ്രാവശ്യത്തെ നെറ്റിന്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് ആ ഫിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നാമത്തേത് രജിസ്ട്രേഷൻ ഫോമാറ്റ് ആണ്. അടുത്തത് അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ബാക്കിയുള്ളത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫീ പേയ്മെന്റ്. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് നമുക്ക് ഇപ്രാവശ്യം NTA നെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. എന്നാൽ ഇതിൽ പ്രധാനമായിട്ടും ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ നെഗറ്റീവ് മാർക്കിംഗ് വന്നതൊന്നുമല്ല. പക്ഷേ അപ്ലിക്കേഷൻ പ്രോസസ്സ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവുക അല്ലെങ്കിൽ ടഫ് ആയിട്ടുണ്ട്. കാരണം ഇതിൽ 3 വ്യത്യാസങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ ലൈവ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട്. കാരണം നമ്മളുടെ ആധാർ കാർഡുമായിട്ട് അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്ന അഡ്രസ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മുടെ ലൈസൻസ് ആണെങ്കിലും എല്ലാതുമായിട്ട് നമ്മുടെ ലൈവ് ഫോട്ടോ, അതായത് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ലൈവ് ഫോട്ടോ എടുത്ത് നമ്മളുടെ ലാപ്ടോപ്പിൽ നിന്നോ അല്ലെങ്കിൽ മൊബൈലിൽ നിന്നോ ലൈവ് ഫോട്ടോ എടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സുമായിട്ട് അല്ലെങ്കിൽ പ്രൂഫുമായിട്ട് നമ്മളുടെ ലൈവ് ഫോട്ടോ മാച്ച് ആവുകയും വേണം. ഇൻ കേസ് മാച്ച് ആയിട്ടില്ലെങ്കിൽ റീടേക്ക് ചെയ്യാനുള്ള അവസരം നമുക്ക് വീണ്ടും ഉണ്ട്. ഇത് കുറെ കാലം വ്യത്യാസമുള്ളവർക്കാണെങ്കിൽ അത് ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നേക്കാം. അതിനുശേഷം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നിങ്ങൾ EWS അല്ലെങ്കിൽ PWD ഇങ്ങനത്തെ അല്ലെങ്കിൽ SC ST OBC കാറ്റഗറി ആണെങ്കിൽ ഇത്രയും കാലം നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ യെസ് എന്ന് മാത്രം കൊടുത്താൽ മതി. എന്നാൽ ഇപ്രാവശ്യം തൊട്ട് നിങ്ങളുടെ ഇതിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റും കൂടെ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തു എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാലം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. റിസൾട്ട് വരുമ്പോഴായിരുന്നു ഇത് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അതിലെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കൂടെ ഉണ്ടെങ്കിൽ ഒന്നിച്ച് തന്നെ അപ്ലോഡ് ചെയ്ത് പോകാൻ ചെയ്യണം. കാരണം നമ്മുടെ UPSC എക്സാംസ് പോലെ കുറച്ചും കൂടെ ടഫ് ആയിട്ടാണ് ഇപ്രാവശ്യത്തെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത്. അടുത്തതാണ് പ്രധാനമായിട്ടുള്ളത് അപാർ ID. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ് അപാർ IDയുടെ അത്യാവശ്യമുള്ളത്. കാരണം അവര് പുതിയ കോഴ്സുകൾ ചെയ്യുന്നുണ്ടായിരിക്കും, എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അപാർ ID നിർബന്ധമാണ്. പക്ഷേ എന്നെ പോലെ അല്ലെങ്കിൽ നിങ്ങളെ പോലെ PG കുറച്ചു കാലം മുൻപ് കഴിഞ്ഞവരാണെങ്കിൽ അപാർ IDയുടെ ആവശ്യമില്ല. കാരണം നമുക്ക് അന്നുണ്ടായിരുന്നില്ല. കുറച്ച് ബാച്ച് ഔട്ട് ആയ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോഴൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അപാർ ID ഉണ്ട്. അപ്പൊ അപാർ ID നമ്മൾ ഇതിൽ കൊടുക്കേണ്ട ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് നമ്മൾ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഡിജി ലോക്കറിലേക്കാണ് പോകുന്നത്. ഇത്രയും കാലം അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം NTA അതിന്റെ ബാക്കിയുള്ള എക്സാംസ് നടത്തുന്നത് പോലെ ഇതിലേക്കും വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സോ കുറച്ചും കൂടെ ക്രൈറ്റീരിയാസ് എന്താ പറയാ നന്നായിട്ട് അല്ലെങ്കിൽ ടഫ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. വിച്ച് മീൻസ് ഗുഡ്, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അപാർ IDയുടെ കൂടെ തന്നെ ഡിജി ലോക്കറിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡിജി ലോക്കറിലേക്കാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പോവുക. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചോ അല്ലെങ്കിൽ ആധാർ നമ്പർ വെച്ചിട്ടോ അതിലേക്ക് ഇൻ ചെയ്യണം. ഒന്നെങ്കിൽ സൈൻ ഇൻ ചെയ്യുക അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി ഡിജി ലോക്കറിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് അക്കൗണ്ട് ഉണ്ടാക്കിയതിനു ശേഷം ഇതേ സൈറ്റിൽ കൂടെ തന്നെ, അതായത് NTA പ്രോസസ്സിന്റെ കൂടെ തന്നെ ഡിജി ലോക്കറിൽ കയറി അതിന്റെ ഉള്ളിൽ നിന്ന് ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത്. വളരെയധികം സ്റ്റെപ്പുകൾ, ഒരു 7-8 സ്റ്റെപ്പുകളിലൂടെയാണ് നമുക്കിത് മുഴുവൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുക. ഫീ അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യേണ്ട ഫീ എല്ലാം പഴയതുപോലെ തന്നെയാണ്. ജനറൽ കാറ്റഗറിക്ക് ഉള്ളതിനേക്കാൾ കുറവാണ്. അല്ലെങ്കിൽ റിസർവേഷൻ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഉള്ള ഫീ കാണുന്നത് അതിലൊന്നും വലിയ വ്യത്യാസമില്ല. പക്ഷേ നമ്മളുടെ മുമ്പിൽ ഇനി എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 50-60 ദിവസമാണ് മാക്സിമം ഉണ്ടായിരിക്കുക. കാരണം ജൂൺ അവസാനം ലാസ്റ്റ് വീക്കോട് കൂടിയാണ് പരീക്ഷകളെല്ലാം നടത്താനിരിക്കുന്നത്. 3rd വീക്ക് തൊട്ട് 4th വീക്ക് വരെയുള്ളതിലാണ് നമുക്ക് ഈ പരീക്ഷകളെല്ലാം കാണാൻ പറ്റുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയ് 1st വീക്കാണ്, ജൂൺ 1st വീക്ക് അതിന്റെ ലാസ്റ്റ് കഷ്ടി ഒരു 40-50 ദിവസമാണ് നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരിക്കുക. നല്ലൊരു സ്ട്രാറ്റജി PYQ സോൾവ് ചെയ്യാന്നുള്ളതാണ് നെറ്റിനെ അപേക്ഷിച്ച് ഏറ്റവും നന്നായിട്ട് സ്ട്രാറ്റജി ഉപയോഗിക്കാൻ പറ്റുക. കാരണം നെറ്റിൽ നമ്മൾ സിലബസ് പഠിച്ചു പോകും, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കും. പക്ഷെ എവിടെ നമുക്ക് ബുദ്ധിമുട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്ന ലാംഗ്വേജ് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. നമ്മളൊരു ഇംഗ്ലീഷ് പഠിച്ച ആളാണെങ്കിലും അല്ലെങ്കിലും NTA ചോദിക്കുന്ന ലാംഗ്വേജ് കൂടി മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കടമ്പ. കാരണം എങ്ങനെയാണ് PYQ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യത്യാസമായിരിക്കും നമ്മൾ പഠിക്കുന്ന വാക്കുകളിൽ നിന്ന്. അപ്പോൾ അവർക്ക് ഓരോരോ കീ ടേംസുകൾ ഉണ്ടായിരിക്കും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും. ആ കീ ടേംസ് വെച്ചിട്ടാണ് ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ചും കൂടെ നല്ലത്. സോ എന്ത് ചെയ്യുക, കൂടുതൽ PYQ ക്വസ്റ്റ്യൻസ് എടുത്ത് വായിച്ച് മനസ്സിലാക്കുക മാത്രമല്ല
അതൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓരോ ക്വസ്റ്റ്യൻസിലും വരുന്ന പ്രധാനപ്പെട്ട വാക്കുകൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ PYQന്റെ ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ പഠിച്ച കാര്യം അതേ ലാംഗ്വേജിൽ അവർ ഒരിക്കലും ചോദിക്കില്ല. നെറ്റിനെയോ സെറ്റിനെയോ പോലെ കുറച്ച് വ്യത്യാസമായിട്ടായിരിക്കും ചോദിക്കുക, പ്രത്യേകിച്ച് പേപ്പർ 1-ൽ. ഓക്കെ, സോ ഇത്രയുമാണ് രജിസ്ട്രേഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അപ്ലിക്കേഷൻ പ്രോസസ്സ് കുറച്ച് ലെങ്തി ആണ് ഇപ്രാവശ്യം. സോ തെറ്റുകളില്ലാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക. താങ്ക് യു. ബൈ ബൈ.